ഇതാണ് നമ്മൾ സ്വന്തം കൊച്ചി. കൊച്ചി എന്ന് പറഞ്ഞാൽ എറണാകുളം. ചിലവർ എറണാകുളം പറയും, ചിലവർ കൊച്ചി എന്ന് പറയും, കൊച്ചി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കൊച്ചിയിൽ വർക്കിന് വന്നിരുന്നു. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യാണ്. എങ്ങോട്ട് അറിയും? നമ്മുടെ വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക്, തൃശ്ശൂർ റൗണ്ടിലേക്ക്. അവിടെ ഒരു വർക്കുണ്ട്. ആ വർക്കിന് വേണ്ടി പോവാണ്. അപ്പം എറണാകുളത്ത് നമ്മളൊരു ഫ്രണ്ടിന് ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൻ്റെ ഒരു ആർട്ട് വർക്ക് അതൊക്കെ ചെയ്തിട്ട് തിരികെ രണ്ടാമത്തെ വർക്കിന് വേണ്ടി തൃശ്ശൂരിലോട്ട് പോവാം. അപ്പോൾ ഈ പോണ പോക്കിൽ ഇതേ കാണുന്ന ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് എടുക്കാൻ ഒരുപാട് ആൾക്കാർ ടൗണിൽ പോകുമ്പം ഈ നല്ല രസമാണ്. വലിയ വലിയ ഹൈ ലെവൽ, അതായത് എന്താ പറയുക, ഡിജിറ്റൽ സിറ്റി എന്നൊക്കെ പറയുക. അപ്പം അങ്ങനത്തെ സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാഴ്ചയാണ്. ഒരുപാട് ബിൽഡിങ്ങുകളും വൻ മരങ്ങൾ പോലുള്ള കെട്ടിട കൊടുമരെന്ന് പറഞ്ഞ പോലെ ഒരുപാട് വലിയ ബിൽഡിങ്ങുകളും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മെട്രോ റെയിലും മെട്രോയുടെ താഴെ കൂടിയാണ് പോകുന്നത്. അപ്പം അങ്ങനെ ബ്ലോക്കുണ്ട്, ഒരുപാട് ബ്ലോക്കുണ്ട്. ആ ബ്ലോക്ക് പറഞ്ഞാൽ വാഹനങ്ങൾ വെച്ച് ബ്ലോക്ക് ആകില്ല, സിഗ്നൽ വന്നിട്ടാണ് ബ്ലോക്കാണ് അത്. ഇവിടെയൊക്കെ വാഹനം ഓട്ടിക്കുക അല്ലെങ്കിൽ വണ്ടി ഓട്ടിക്കുക എന്ന് പറയുമ്പോൾ വളരെ വളരെ ക്ഷമമാണ്. അപ്പോൾ ക്ഷമയില്ലാതെ ഇവിടെ വാഹനം ഓട്ടിക്കാൻ കഴിയില്ല. മറ്റുള്ള ജില്ലയിലെ ആളുകൾ വണ്ടി ഓട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ ക്ഷമ വേണം, നിർബന്ധം. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല, വാഹനം ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ, ഇത് നമ്മളെ സ്വന്തം ബസ്സാട്ടാ, നല്ല സ്വന്തം ബസ്സാണ്, സുഖമായിട്ട് യാത്ര ചെയ്യാം. ഏതായാലും വീഡിയോ എടുക്കുമ്പോൾ സൈഡ് കിട്ടുള്ളൂ, അറിയാമല്ലോ ബസ്സൊക്കെ ആകുമ്പോൾ. പിന്നെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് വാഹനമൊക്കെ വേണം. നമുക്ക് സ്വന്തമായിട്ട് വാഹനമൊന്നുമില്ല. ഇപ്പോൾ തുടങ്ങിയ ചാനലല്ലേ, ഒന്നും കിട്ടാനും ഇല്ല, കിട്ടിയിട്ടുമില്ല, ഒന്നും ആയിട്ടില്ല, സബ്സ്ക്രൈബറും ചെയ്യണില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ യാത്ര തുടങ്ങണം. അപ്പോൾ ആ യാത്രയുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് പകർത്തി തരുന്നത്. ഫുള്ളായിട്ടൊന്നുമില്ലെങ്കിൽ ചില ആളുകൾക്ക് എന്താണ് എറണാകുളം, എന്താണ് കൊച്ചി എന്നൊക്കെ ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ടാവല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൊച്ചിനെ പറ്റി, എറണാകുളത്തെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടുമല്ലോ. ഇങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ, അവിടുത്തെ വ്യൂ ഇങ്ങനെയാണെന്നൊക്കെ പിടുത്തം കിട്ടുമല്ലോ. അപ്പം അങ്ങനെ കുറേ നാട്ടിൻപുറത്തെ ആളുകളുണ്ടാവല്ലോ, എവിടേക്കും പോവാതെ നാട്ടിനും പണിക്ക് പോവുക, വീട് പോവുക പണിക്ക്. ആ നാട്ടിൽ കറങ്ങി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. കുറേ ലേഡീസുകളുണ്ടാവും, പുരുഷന്മാരെല്ലാവരും ഉണ്ടാവും. കുറച്ച് ആൾക്ക് ഒരുപാട് ആൾ കണ്ടിട്ടുണ്ടാകും, കണ്ടതിൽ അത്രയും കാണാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് പരിചയപ്പെടുന്നത്. ഇതിലൊരു ഫുൾ വീഡിയോ എടുക്കണം. എറണാകുളത്ത് പോയിട്ട് ഒരു ഫുൾ എല്ലാ ലൊക്കേഷൻ കവർ ചെയ്യും. അപ്പം അതിന് മുന്നോടി ചെറിയൊരു പരിചയപ്പെടുത്തൽ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. 1 മണിയൊക്കെ ആയിട്ടുണ്ടാവുന്ന സമയം തോന്നുന്നുണ്ട്, വീഡിയോ എടുത്ത സമയം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോ ആലുവ വരെയുള്ളൂ കേട്ടോ. ആലുവ നമ്മളെ മെട്രോ വന്നപ്പം തിരക്ക് കുറയും എന്ന് വിചാരിച്ചു. എവിടെ കുറയണ്, മെട്രോയിലും തിരക്ക്, എല്ലാത്തിലും തിരക്കാണ്. കൊച്ചി മറ്റേ സലീം കുമാർ പറഞ്ഞാൽ കൊച്ചി എത്തി പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയാണ് കൊച്ചിയിലെ മക്കളെ. കൊതുക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലേ. കൊതുകില്ലാത്ത ഏരിയകളുണ്ട്, പക്ഷേ കൊച്ചി എന്ന് പറയുമ്പോൾ കൊതുകും അവിടുത്തെ സ്മെല്ലും രണ്ടും ഗംഭീരം. കൊതുകൊക്കെ ഉണ്ട്, തൂക്കി എടുത്തു കൊണ്ടുപോകും അമ്മാതിരിയുള്ള കൊതുക. മറ്റേ മോർട്ടീനോ മാക്സോ അതൊന്നും ഇല്ലാതെ നമുക്ക് റൂമിൽ കിടന്നുറങ്ങുന്നത് ഒരിക്കലും വിചാരിക്കണ്ട. പിന്നെ ഹൈ ലെവൽ 3 സ്റ്റാർ 5 സ്റ്റാറിലൊക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ, കൊതുകുണ്ടാവില്ല. അല്ലാത്ത പക്ഷം കൊതുക് തന്നെയാണ്. അതിൻ്റെ കടിയും കൂടെ കൊള്ളാൻ ധൈര്യം ഉണ്ടെങ്കിൽ മെട്രോ പോകണ്ട, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല. മെട്രോ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, അങ്ങോട്ടൊന്ന് പോകും ഇങ്ങോട്ടൊന്ന് പോകും, അങ്ങോട്ടൊന്ന് പോകും ഇങ്ങോട്ടൊന്ന് പോകും. മെട്രോക്ക് 30 രൂപ കിട്ടാവും. അതായത് ആ 30 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും പോവേ ഒരു ദിവസം, 24 മണിക്കൂറിൽ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. അപ്പം 30 രൂപയാണ്. ഇപ്പോൾ ചെന്നൈയിൽ നോക്കിയപ്പോൾ മെട്രോക്ക് അത്ര 5 രൂപ. ഞാൻ എന്നിട്ടാണ് ഒരു 10 വർഷത്തിൻ്റെ ബാക്കിൽ 5 രൂപയായിരുന്നു. ഇപ്പം എത്രയാണെന്ന് അറിയില്ല, ഞാൻ മെട്രോ പോയിട്ടില്ല ചെന്നൈയിൽ. ഇപ്പം അന്ന് ഞാൻ പോയത് 5 രൂപയ്ക്കായിരുന്നു. അപ്പോൾ
എന്താ അല്ലേ ഓരോ ബിൽഡിങ്ങൾ കാണുമ്പോൾ. സമ്പന്നരുടെ ഒരു നഗരമാണ് ഈ കൊച്ചി. അവിടെ മിനിമം ഒരു ദിവസം ജീവിക്കണമെങ്കിൽ 1000 രൂപ എങ്കിലും മിനിമം വേണം. മിനിമം ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ 1000 രൂപ എന്തായാലും ഒരു ദിവസം വേണം. നമ്മളെ നാട്ടിൻപുറമാണെങ്കിൽ ഒരു 100 രൂപ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സംഭവം എന്ത് ചെയ്ത് ചെറുതായി നാസ്ത കടിച്ച് തിരിച്ച് വീട്ടിൽ നിർത്താം. അപ്പം എവിടെയൊക്കെ ഒരു 1000 രൂപ മക്കളെ. അപ്പോൾ അവിടെ ഉള്ള ഫ്ലാറ്റും കാര്യങ്ങളെല്ലാം ഉള്ളത് ആർക്കാ? ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും വക്കീൽമാരും എൻജിനീയർമാരും എല്ലാം ഉദ്യോഗസ്ഥന്മാരാണ്. ഹൈ ലെവൽ ആളുകളാണ്, ജോലി സ്ഥിര വരുമാനമുള്ള ആളുകളാണ്. നമ്മളെ പോലെ സ്ഥിര വരുമാനം ഇല്ലാത്തവരൊന്നല്ല ഇവിടെ നിൽക്കുന്നത്. നമ്മളൊക്കെ അങ്ങ് ജീവിക്കണമെങ്കിലേ കോടിക്കണക്കിന് രൂപ വേണം, എന്നാലിപ്പോൾ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങി, കുറച്ച് വീഡിയോസ് കിട്ടുന്നുണ്ട്, പക്ഷെ ആരും എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ കാണാനിപ്പോൾ എന്താ ചെയ്യല്ലേ, ആൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ഇടയ്ക്ക് പറ്റുകയാണെങ്കിൽ, ബുദ്ധിമുട്ടില്ല, പറ്റുകയാണെങ്കിൽ ഒരു ലൈക്കോ ഒരു ഷെയറോ പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്താ. മെട്രോന് താഴെ കൂടെ പോകട്ടോ. അങ്ങനെ ഇത് എന്താ വെച്ചാൽ 1 വേ ആയതുകൊണ്ട് അപകടങ്ങൾ കുറവായിരിക്കും. കൊച്ചിയിൽ അപകടങ്ങൾ ഉണ്ടാകാറില്ല. ബാക്കിയുള്ളിടത്തൊക്കെയാണ് അപകടങ്ങൾ ഭയങ്കര കേട്ടോ. ഇപ്പോൾ നമ്മളെ പ്രധാനമന്ത്രിയുടെ 6 വരിപ്പാത വരുമ്പോൾ വീണ്ടും ഒന്നും കൂടെ കുറയും അപകടങ്ങൾ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടേ തൃശ്ശൂരിലോട്ട്. ഏകദേശം തൃശ്ശൂർക്ക് എത്താൻ 2.5 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് തോന്നുന്നുണ്ട് എൻ്റെ ഒരു കണക്കൂട്ടൽ. 2.5 മണിക്കൂർ ആയിട്ടുണ്ടായിരിക്കാം തൃശ്ശൂർ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. യാത്ര തുടർന്നു കൊണ്ടേയിരിക്കട്ടാ. അങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വലിയ കാഴ്ചയൊന്നും കാണുന്നില്ല, വീഡിയോയിലല്ല ശ്രദ്ധ. ഇടയ്ക്ക് പുറത്ത് വെക്കും, അപ്പോൾ വീഡിയോ തെറ്റും, വീണ്ടും പുറത്തേക്ക് പിടിക്കും. ഇതാ അടുത്ത മെട്രോ സ്റ്റേഷൻ. എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല എവിടെയാണ് എന്നുള്ളത്. സ്ഥലം കറക്റ്റ് എടുത്തിട്ടില്ലല്ലോ. ഇതിങ്ങനെ ഒരു ഐഡിയ ഇല്ല, എടുത്ത് പോവല്ലേ. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഇത് കളമശ്ശേരി ആട്ടാ, കളമശ്ശേരിയാണത്, കളമശ്ശേരി മെട്രോ. അവിടെ നിന്നൊക്കെ പുടുത്തം വിട്ട് പോകുന്നുണ്ട്. നമ്മളെ സ്വന്തം ബസ്സാണ്, സർക്കാരിൻ്റെ KSRTC ആണ്. നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ. KSRTC യാത്ര ഒരു പ്രത്യേക വൈബാണ്, സുഖമാണ്. ക്ഷീണം ഉണ്ടാവില്ല, വല്ല കുലുക്കം ഉണ്ടാവില്ല, അവർക്ക് വല്ല ധൃതി ഉണ്ടാവില്ല, അങ്ങനെ പോകും. മത്സരമായിട്ടല്ലല്ലോ, കണ്ട വലിയ വലിയ ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകൾ അല്ലേ. ഇപ്പോൾ വിട്ടുണ്ട്, ഇവിടെ നിന്നൊക്കെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ സ്ഥലമൊന്നും ഒരു ഐഡിയ ഇല്ല, എന്നാലും കണ്ടോളൂ. അവിടെ ഇതിപ്പോൾ തൃശ്ശൂർ എത്തുന്നതിൻ്റെ ചാലക്കുടിയോ ഇരിങ്ങാലക്കുട അവിടെ ഇടയ്ക്കാണ് സംഭവം. അപ്പം യാത്രയിൽ ഓരോ വമ്പൻ കാഴ്ചകളും കണ്ടിങ്ങനെ ഞാനും കാണുന്നുണ്ട്, നിങ്ങളും കാണുന്നില്ലേ. അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അവരായിട്ട് സൂം ചെയ്ത് നോക്കണ്ടല്ലോ കടകൾ. അത് ആലുവയാണ് കേട്ടാ. കഴിഞ്ഞു, മെട്രോ കഴിഞ്ഞു. ആലുവ വരെയുള്ള മെട്രോ കഴിഞ്ഞു. ആലുവ കഴിഞ്ഞ് പോയി. ഇതിപ്പോൾ ഏതാ സ്റ്റേഷൻ വെച്ചാൽ ഒരു വലിയൊരു ബസ് സ്റ്റാൻഡാണ്, KSRTCൻ്റെ ബസ് സ്റ്റാൻഡാണ്. ഇപ്പോൾ ഇരിങ്ങാലക്കുടയാണോ ആലുവന്ന് പെട്ടെന്ന് ഇരിങ്ങാലക്കുട എത്തിയെന്ന് വിചാരിക്കേണ്ട. ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ കുറേ എടുത്തിട്ടില്ല, പിന്നെ പെട്ടെന്ന് എടുത്താട്ടത്. ഇവിടെ ഒന്ന് പെടുത്താം, ഈ ബസ് സ്റ്റാൻഡ് കണ്ട് പെടുത്താണ്, KSRTCൻ്റെ ബസ് സ്റ്റാൻഡ് പെടുത്താം. അപ്പോൾ അതാക്കി അവിടെ നിന്നൊക്കെ കൊടുത്താൻ പറ്റും. അവിടെ വർക്ക് നടക്കുന്നുണ്ട് KSRTCൻ്റെ ബസ് സ്റ്റാൻഡിൽ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ട് ഞെട്ടി പോകും. യാത്ര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. ചുരുക്കം പേരുകൾക്ക് മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര. കുറേ നല്ല കാഴ്ചകളും കാണാം, പുതിയ പരിചയപ്പെട്ട ഓരോ സ്ഥലങ്ങൾ. ഫസ്റ്റൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എറണാകുളത്ത് പോകുമ്പം വലിയ പ്രായമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി വന്ന്. ഇപ്പോൾ എവിടെ പോയാലും ഏത് മുക്ക് പോയാലും നമുക്ക് തിരികെ എത്തേണ്ട വറക്കും പരിപാടി നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കുറേ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ, ഞാൻ കുറച്ചും ഉണ്ടാക്കുന്നുണ്ട്. കാഴ്ചകൾ കണ്ടോളൂ.
തിരക്കില്ല, റോഡിൽ തിരക്ക് കുറവാണ്. ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം തിരക്ക് കുറവ്. വലിയ തിരക്കൊന്നുമില്ല. നിങ്ങൾ 1 മണിയോ അങ്ങനത്തെ ഒരു സമയമാണ് കയറിയിട്ട് 4:30 അങ്ങനത്തെ തോന്നുന്നു എത്തിയത്. 4:30 ടൈം പോകുന്നുണ്ട് തൃശ്ശൂർ റൗണ്ടിലെത്തിയത്. അപ്പം അങ്ങനെ ഇത് പാലാണിത്. ഏതാ ബ്രിഡ്ജ് അറിയില്ല. ഭാരതപ്പുഴയല്ല, വേറെ ഏതോ വലിയൊരു ബ്രിഡ്ജാണ് സംഭവം. ചെറിയൊരു സ്റ്റോപ്പായാലും വണ്ടി എന്താ അറിയില്ല. നല്ല കാഴ്ചകളൊക്കെ തെങ്ങൊക്കെ വെച്ച് അടിപൊളി. ഏതാണ് സ്ഥലം? ഇരിങ്ങാലക്കുട ചാലക്കുടി എന്നൊക്കെ തോന്നുന്നുണ്ട്. ആരും കഴിഞ്ഞ് പെട്ടെന്ന് ഇരിങ്ങാലക്കുട എത്തിയെന്ന് പറയുന്ന ഞാൻ വീഡിയോ നേരത്തെ പറഞ്ഞല്ലോ, കട്ട് ചെയ്തിട്ട് എടുത്താണ്. അങ്ങനെ ഇതൊക്കെ പോകുമ്പോൾ എന്താ പറയാ, വൺ സൈഡ് ആയതുകൊണ്ട് അത് കാണാൻ ഒരു ത്രില്ല് ഉണ്ടാവില്ല അല്ലേ. ഫുള്ളായിട്ട് എടുക്കണം, അതിന് നല്ല വാഹനമാണ്. ഇപ്പോൾ വണ്ടിയൊന്നുമില്ലേ, വണ്ടി മേടിക്കണം. ആയില്ല, കുറച്ച് സെറ്റാകട്ടെ. നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കും. സബ്സ്ക്രൈബർ കൂടുമ്പോഴേ, വ്യൂസൊക്കെ കൂടുമ്പോഴേ എന്തെങ്കിലും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെടുക്കാമായിരുന്നു വീഡിയോകളൊക്കെ. വീണ്ടും പാലം, വീണ്ടും പിടിച്ച്. ഏതാണിത്? ഏതാണ് ബ്രിഡ്ജ്? നോട്ടായിട്ട് ഞാനിത് യൂട്യൂബിൽ ഇടണ അരിച്ചിട്ട് എടുത്ത വീഡിയോ അല്ല, അതാണ് ഇങ്ങനെ കേട്ടോ. പിന്നെ ഇതൊക്കെ എടുത്തിട്ട് ഒരുപാടായി, 1 വർഷത്തിന് മേലായി. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. എടുത്ത് കുറേ സാധനം ഇട്ടാലോ, യാത്ര ഇട്ടാലോ, സഞ്ചരിക്കുന്ന സംഭവം ഇട്ടാലോ എന്നൊക്കെ തോന്നിയപ്പോഴേ അങ്ങനെ എടുത്താണ്. പക്ഷെ നേരെ മറിച്ച് യൂട്യൂബിലേക്ക് ഇടാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം കവർ ചെയ്തിരുന്നില്ല, സ്ഥലങ്ങളെല്ലാം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. പക്ഷെ ഇതിപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇപ്പം ഒരു പിടുത്തല്ലേ ഏതാണ് സ്ഥലം എന്നൊന്നും. എന്തായാലും കണ്ടു നോക്ക് എന്താണ് അവസ്ഥ അല്ലേ. നിങ്ങൾ പറയണം കേട്ടോ, ഞാൻ അടുത്ത ഏതാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അത് നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ലൊക്കേഷൻ, അടുത്ത നഗരക്കാഴ്ചകൾ അതാക്കാം. വലിയ എന്താ പറയുക, വലിയ വലിയ ബിൽഡിങ്ങൾ. ഇത് വീട് എന്താ വലിയ സംഭവങ്ങളാണ്. ഇത് സെറ്റപ്പ്.